ക്ലോത്തിങ് സ്റ്റോർ തുടങ്ങിയിട്ടുണ്ട് ഗേസ്. ഇതാണ് ഞങ്ങളെ ക്ലോത്തിങ് സ്റ്റോർ. യെസ് ഗേസ്. വാതിൽ തുറക്കാൻ പറ്റില്ല. ഇത് അൺലോക്ക് ആക്കിയാൽ തുറക്കാൻ പറ്റും നമുക്ക്. നാളെ ആരും വന്നിട്ടില്ല നമ്മളെ കടയിൽ. കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്യാനുണ്ട്. ഓക്കെ, ആഡ് ടു കാർട്ട്. ബൈ കൊടുക്കാം. കുറച്ച് പൈസയേ ഉള്ളു ഗേസ്. ഞാൻ നെറ്റ് ഓഫ് ചെയ്യാൻ മറന്നു. സോറി ഗേസ്, പരസ്യം വന്നുകൊണ്ടാണ്. സബും കൂടെ അടിച്ചാൽ മതി ഗേസ്. എനിക്ക് 1 മില്യൺ സബാവും. ഓക്കെ ഗേസ്, ഈ പാക്കേജ് ഡെലിവറി ആയിരുന്നു. പാക്കേജ് ഡെലിവറി ഗേസ്. ഓക്കെ, മെൻസിൻ്റെ ആണ്. മറ്റേത് മെൻസിൻ്റെ ആണ്. ഓപ്പൺ കൊടുക്കാം. പ്ലേസ് 4 ഐറ്റം. പ്ലേസ്. ബോക്സ് എംറ്റി ആയിട്ടുണ്ട്. നമ്മൾ ത്രോ ചെയ്യും. നമ്മൾ ഡസ്റ്റ്ബിനെ ഒന്നും കളയുന്നില്ല. എനിക്ക് ഇനി വയ്യ ഡസ്റ്റ്ബിനെ കളയാൻ. ഇത് കൊള്ളാം. ഈ സിമുലേറ്റർ ഇഷ്ടപ്പെട്ട്. എല്ലാം കറക്റ്റാണല്ലോ. നമുക്ക് ഡസ്റ്റ്ബിന്നിൽ കൊണ്ടുവന്ന് കളഞ്ഞേക്കാം. ഇല്ലെങ്കിൽ പാവങ്ങൾ നമ്മളെ കടയായിരിക്കും ഇഷ്ടപ്പെടത്തില്ല. ഇത് നേരെ ചെന്നിട്ട് കൊടുക്കാം. ഇനി കടയൊന്ന് ഓപ്പൺ ചെയ്യാട്ടോ. പൂരമായിരിക്കും. ഈ മെൻസിൻ്റെ പൂരമായിരിക്കും ഈ സിനിമ കണ്ടു. ഇതിൻ്റെ കൂടെ ടാപ്പ് ചെക്കൗട്ട്. അല്ലെങ്കിൽ ഇപ്പഴൊന്നും വരത്തില്ല ഗേസ്. അതാണ് വരത്തില്ല നമ്മളെ കടയിൽ. ലീവ് കൊടുക്കാം. വരുമ്പം ഞാൻ പോകത്തില്ലല്ലേ. നിങ്ങൾ കണ്ടോ, വരുമ്പം ഞാൻ പോകത്തില്ല ഗേസ്. വന്നു ഞാൻ എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ട് വരാം. വരുമ്പോൾ ക്ലോസ് ചെയ്താലോ. ചേച്ചി പോയി. ഇങ്ങനെ കളിക്കായിരിക്കും രസം. പിന്നെ ചേച്ചി വരുമോ? ഇല്ലേ, നമ്മളെ കസ്റ്റമറിനെ പറഞ്ഞു വെച്ചല്ല. നമ്മളെ ഈ $54. $54 നമുക്ക് എന്താ മേടിക്കാം? ഇതെല്ലാം ഒത്തിരി ഡോളറാണ് ഗേസ്. നമുക്ക് ക്ലിയർ കൊടുക്കാം. സ്റ്റോറിലോട്ട് ലീവ് കൊടുക്കാം. വാ ചേച്ചി. ഇനി എനിക്ക് കുറച്ച് ഈ ചേച്ചി എന്തോ ആണുങ്ങളുടെ ഡ്രസ്സ് വാങ്ങിക്കുന്നത്. നമുക്ക് പൈസ ഇനി കൊടുക്കണം. $3 കൊടുക്കണം. 3 1 2 3 72 50 കൊടുത്തിട്ട് 10 കൊടുക്കാം. 1 കൊടുക്കാം. ഓക്കെ കൊടുക്കാം. കാർഡ് 1.82. ഇത് മറ്റേ ഗെയിം പോലെ ആയിരുന്നു. ക്ലോത്ത് മേടിക്കണം. ഇത് മറ്റുള്ള സൂപ്പർ മാർക്കറ്റ് പോലത്തെ ഗെയിമാണ്. എന്നാലും 5 50 10 ഓക്കെ. എല്ലാവരും ഉണ്ട് ചേഞ്ച് ചെയ്യുന്ന. $5 18 ആവുന്നില്ലല്ലോ. 18 ആയിട്ടുണ്ട്. ഓക്കെ കൊടുക്കാം. ഇനി ലീവ് കൊടുക്കാം. പന്ന നാറുകളെല്ലാം എടുത്തോണ്ട്. നമ്മൾ $72 ഉള്ളൂ. ഇത് ആഡ് ടു കാർട്ട് വേണ്ട. 246. എത്ര ഇതാ. ഐറ്റം ഓർഡർ ബൈ ഓർഡർ കംപ്ലീറ്റഡ്. യെസ് ഓർഡർ കംപ്ലീറ്റഡ്. നമുക്കിനി ക്ലോസ് കൊടുക്കാം. എനിക്ക് വെക്കുമ്പോൾ തന്നെ കയറി വരും. നമ്മൾ വെറുതെ ത്രോ ചെയ്താണ്. നമ്മളിനി പൈസ ഒന്നും ഇല്ല. നമ്മളിനി എന്തോ ചെയ്യും? പിക്കപ്പ് ചെയ്യാൻ നമുക്ക്. എന്നിട്ട് നമ്മളിത് പോയി നമ്മളെ കട നമ്മൾ വെറുതെ നശിപ്പിക്കും.
പ്ലേസ്. ഓക്കെ, നമ്മളെ ഒന്നും വന്നില്ല. ഇനി എന്തോ ചെയ്യാനാണ്? നമ്മളെ ഒന്നുമില്ല, നമ്മളെ പൈസയും ഒന്നുമില്ല ഗൈസ്. നമ്മൾ വെറുതെ ഒരു കുസൃതിക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടതാ. മാനേജ് ബാങ്ക് സ്റ്റോർ മാനേജ് ഒന്നുമില്ലല്ലോ. സ്റ്റോറിൽ എന്തെങ്കിലും കാണേണ്ടല്ലോ ഗൈസ്. ഇനി എന്തോ ചെയ്യണം? ഫർണിച്ചർ എല്ലാത്തിനും വില വെക്കലാൻ കൂടി. ബൈ കൊടുക്കാം കേസ്. നമുക്ക് ആഡ് കാണാൻ വേണ്ടി വരത്തില്ല കേസ്. ഓപ്പൺ കൊടുക്കാം, ആരെങ്കിലും വരട്ടെ. ഓപ്പൺ നമ്മൾ ഇവിടെ ഒന്ന് കറങ്ങിയിട്ടില്ല കേസ്. ഇവിടെ ഒന്ന് കറങ്ങിയിട്ട് വരണം. നമുക്കൊരു കോഫി എല്ലാം കുടിച്ച് കറങ്ങിയിട്ട് വരാം. ഇതുവരെ ഇവിടെ ഒന്നും പോയിട്ടില്ല. അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല കേസ്. ഇതൊരു ഗെയിമാണ് കേസ്, അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇത് ലോക്കായി സിറ്റിയാണ്. ഓ, നമ്മളിവിടെയൊന്നും പണി നടക്കത്തില്ല. പണിയാവും. ഇവിടൊന്നും പോകാനും പറ്റത്തില്ല കേസ്. അതാണ് ഇവര് പോവാവോ? ഇല്ല, നമുക്കെപ്പോഴും പണി തരാനായിട്ടുണ്ടായതാണ്. ആരും ഒന്നും വാങ്ങിക്കത്തതില്ല. ഉള്ള സ്റ്റോക്ക് ഇല്ല. നമുക്ക് അതിനകത്ത് തെണ്ടാവും. അയ്യോ ചേട്ടാ, വീട് തരണോ ചേട്ടാ? അയ്യോ, ഇവിടെയൊക്കെ ഇരിക്കുന്ന നോക്കി. ഇവിടെയൊക്കെ സംഭവങ്ങൾ ഇരിക്കുന്നുണ്ട്. ഇത് കൊച്ചിൻ്റെ ആണ്. ടോട്ടൽ സ്പെൻഡ് ഇവിടെയൊക്കെ ഇത് കടകളാണ് കേസ്. നമ്മളെ കടയാണുള്ളൂ വൈറലായിട്ടുള്ളത്. വേണ്ട, അത് പറ്റില്ല. നമ്മൾ വെറുതെ അത് ത്രോ ചെയ്ത് കേസ് ഡസ്റ്റ്ബിന്നിൽ. ഓ, നമ്മൾ വെറുതെ എന്തോത്തരാണ് കേസ് ത്രോ ചെയ്തത്. നമ്മളിനി ഇതെല്ലാം എടുത്ത് വെക്കേണ്ടി വരും കടയിൽ. നമ്മളെ പൈസ ഒന്നും ഇല്ല കേസ്. 20 എന്തെങ്കിലും മേടിച്ച് വെക്കാം കേസ്. ക്ലെയിം കാണാം നമുക്ക്. ആട് കണ്ടേക്കാം. ഇങ്ങനെയുണ്ട് ആട് കാണുമ്പോഴല്ലേ ആടമ്പേരി കണ്ടിട്ടില്ല. പൈസ ആണെങ്കിൽ നമ്മൾ ഒരു ആടും കാണത്തില്ല, ഒരു വീടും കാണത്തില്ല. പൈസ ഇല്ല. ആട് നമുക്ക് പെട്ടെന്ന് കണ്ട് പൈസ ഉണ്ടാവും. ആട് കാണുമ്പോൾ പൈസ അല്ലാതെ വേറെ. ഇപ്പം എത്ര പൈസയായി? $37. $10. ഇനിയും $10. $45 തന്നെ പോകണ്ടേ? നമ്മൾ വെറുതെ കളഞ്ഞാണ്. നമുക്കാണെങ്കിൽ പണിയാവും. പൈസ എല്ലാം പോയി. $48. ലീവ് കൊടുക്കാം. സ്റ്റോറിച്ചല്ല. ഓക്കെ, നോക്കി ആഡ് ടു കാർട്ട് ബൈ കൊടുക്കാം. നാളെ ഇനി $1 ഉള്ളു കേസ്. ഇതുകൊണ്ട് ഇവിടെ ആകാശത്ത് നിന്നാണ് ഡെലിവറി വരുന്നത്. നമുക്ക് അറിയത്തില്ല. ആകാശത്ത് നിന്ന് തനിയെ ഡെലിവറി വരും. നമ്മളിനി ഒരിക്കലും കൊണ്ടുവന്ന് കളയത്തില്ല കേസ്. ഡ്രസ്സിൻ്റെ വില ഞാൻ ഇപ്പോഴാണ് കേസ് മനസ്സിലാക്കുന്നത്. ബോസ് എംപ്റ്റി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കൊടുത്തിട്ട് ഇതെടുത്ത് നമ്മളെ സ്ഥലത്തോട്ട് ഇട്ടേക്കാം. ബോക്സിൽ നമുക്ക് കളഞ്ഞോണ്ട് കേസ്. എനിക്കറിയത്തില്ല. ഒഴിക്കട്ടെ. ഇത് ഏതെങ്കിലും പിച്ചക്കാരെ ഒന്ന് എടുത്തോണ്ട് പോട്ടെ കേസ്. നമുക്ക് ഇരുന്നിട്ട് ആൾക്കാർ വരട്ടെ കേസ്. ഇതിൻ്റെ പാർട്ട് 2 ഞാൻ ഇടുന്നതായിരിക്കും കേസ്.